ഞാൻ അവിടുത്തെ ആശാവർക്കറാണ് ഈസ്റ്റ് കല്ലടയിലെ. എന്റെ മോളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ 7 മണി തൊട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. ആശാവർക്കറാണ്. കാരണം എന്റെ ഐഡന്റി കാർഡ് കയ്യിലിരിപ്പുണ്ട്. ഞാൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഇന്നലെ തൊട്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ 4 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു, 6 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു. അന്നേരം ഈ കറണ്ട് ഇല്ല എന്ന് പറയുന്ന സമയത്ത് 4 മണിക്കും 6 മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിപ്പോഴും ആ കുഞ്ഞിന് ആ പെയിൻ കയറിയപ്പം കാണാം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കറണ്ട് ഇല്ല. ഇന്നലെ കാഷ്വാലിറ്റിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി ഓപ്പൺ ആയതുകൊണ്ട് അവർക്ക് കറണ്ട് ഇല്ല, നിൽക്കാൻ പറ്റത്തില്ല. ജനറേറ്ററിന്റെ കാര്യം ഞങ്ങൾ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ബാബുസാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവിടെ ഡീസൽ ഇല്ല, ഞങ്ങൾക്ക് വാങ്ങിച്ച് ഒഴിക്കാൻ കാശില്ലെന്നാ പറഞ്ഞത്. ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബ്ലോക്കിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതുമൂലം നമുക്ക് ഡീസൽ ഒഴിക്കാൻ പറ്റില്ലെന്ന പുള്ളിക്കാരൻ നമുക്ക് തരുന്ന മറുപടി. എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അല്ലല്ല, അമ്മയല്ല. പുള്ളിക്കാരി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്ന്. അത് ഇന്നാണ് പറയുന്നത്. ഒരുമിച്ചാണ് അവിടെ ആംബുലൻസ് കയറ്റി വിട്ടത്. ഇനിയും വരാനുണ്ട്. 2 ആംബുലൻസിലാട്ടാ വിട്ടത്. ഒരു അബോർഷൻ കേസ് ഉണ്ട്. ആ കൊച്ചിന്റെ അടുത്തും പറയുന്നു നില്ല് വെയിറ്റ് ചെയ്യുന്നു പറയുന്നു. ആ കൊച്ചു അവിടെ നിന്ന് കരയുന്നു ഒരു അബോർഷൻ കേസിന്. അതിന് ബ്ലഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും പറയുന്നു. അത് അവിടെ നിന്ന് കരയുന്നത്. ഞങ്ങൾ കൂടെ അതും ഇല്ല. അവിടെ നമ്മൾ ഇവരോട് പറയുന്നത് പെട്ടെന്ന് നമുക്ക് രോഗിയെ വിട്ടതാ. കൊല്ലത്തേക്കുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഇവരാരും മറുപടി പറയുന്നില്ല. നമ്മളിപ്പം പോയി സൂപ്പറിനെ കണ്ടപ്പോൾ സൂപ്രണ്ട് കയറി വന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുക.